തന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്ത് വരുന്നതും പരിചയപ്പെടുന്നതും അതുമാതിരി നിങ്ങളെ വീട്ടിലൊക്കെ കല്യാണങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ ക്ഷണിക്കാൻ മടിക്കരുത്. നമ്മുടെ മദ്രസയുണ്ട്, പള്ളിയുണ്ട്, മജുമസാഖുണ്ട്, PMS ഉണ്ട്. എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കൂട്ടായ്മ സത്യത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദേശ നമ്മളെ ബഷീർ സാഹിബ്, ഞാൻ സാധാരണ ബഷീർ ബാബുട്ടീനാണ് വിളിച്ചത്. പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നോക്കി കാണുമ്പോൾ സുഹൃത്തുക്കളെ, വെട്ടിച്ചിറ മഹല്ല് ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മയുടെ പ്രഥമ യോഗം വെട്ടിച്ചിറ ഗ്രീൻ ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുകയുണ്ടായി. ഈ ഒത്തുചേരലിനോടനുബന്ധിച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ക്യാമ്പ് കൂടാതെ 30 വർഷം പ്രവാസ ജീവിതം നയിച്ച വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും പരിപാടിയിൽ നടന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടന്ന പരിപാടിയുടെ ഏതാനും കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം വെട്ടിച്ചിറ പടിയത്ത് ഗുൽമിനാർ ഉടമ പടിയത്ത് ബഷീർ സാഹിബ് അവർകളാണ് നിർവഹിച്ചത്. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പടിയത്ത് ബഷീർ സാഹിബ് എല്ലാവരെയും പരിചയപ്പെടുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. اللهم بحقهم سلمنا وإياهم من آفات الدارين وارزقنا وإياهم سعادات الدارين. اللهم إلى أرواح آبائنا وأمهاتنا وأقاربنا وأحبابنا وسائر من تعلق بنا جميع المؤمنين والمؤمنات. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم يا رب العالمين. ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെട്ടിച്ചിറ മഹല്ല് പ്രവാസികളുടെ ഒരു
ഗ്ലോബൽ കൂട്ടായ്മയുടെ ആദ്യത്തെ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മളെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പടിയത്ത് ബഷീർ സാഹിബ് അവരുടെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. വെട്ടിച്ച നിവാസികളായ പ്രവാസികളുടെ ഒരു സംഗമം ഈ അവസരത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. 3 വർഷക്കാലമായി എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസ ലോകത്ത് ഇവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ വൈകിയ ഒരു വേദനയാണ്. ഇവിടെ സ്വാഗത പ്രസംഗനും സലാം സാഹിബും അതുമാതിരിക്ക് അധ്യക്ഷൻ അവർകളും വളരെ വ്യക്തമായി സൂചിപ്പിച്ചും പറഞ്ഞ വാക്കുകളിലൂടെ ഇതിലിവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ആളുകളും സദസ്സിലുള്ള ആളുകളും അവിടെ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ വളരെ ആഗ്രഹമുണ്ട്. സാധാരണ രൂപത്തിൽ ഒരു ഭംഗി വാക്കുമല്ല. ഇവിടെ സ്വാഗതം ആശംസിച്ച അബ്ദുസലാം സാഹിബ് ആണ് ഈ പരിപാടിയെ പറ്റി എന്നോട് ആദ്യമായി അറിയിച്ചത്. പ്രവാസി എന്ന് കേൾക്കുമ്പോഴേക്കും പ്രവാസികളെ ഈ രാജ്യത്ത് എല്ലാവർക്കും ആവശ്യമാണ്. ഇവിടെ ഭരിക്കുന്ന സർക്കാരിനായാലും ഇവിടെ ഭരിക്കുന്ന മദ്രസകൾക്ക്, പള്ളികൾക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും പ്രവാസികൾ ആവശ്യമാണ്. കാരണം ഒരു വലിയ ഒരു സാഹസം അവരെ കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷനായാലും മതസംഘടനയുടെ മദ്രസായാലും പള്ളികളായാലും രാഷ്ട്രീയത്തിന് സർക്കാർ ഭരിക്കാൻ ഫണ്ടുണ്ടാക്കാൻ വരെ പ്രവാസി ഉപയോഗിക്കും. അതുകൊണ്ട് വെട്ടിച്ചിറ മഹലിയിലെ ഈ പ്രവാസിയുടെ കൂട്ടായ്മ എന്തുകൊണ്ടും വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ 12 വർഷത്തോളമായി പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടത്തിലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒറ്റക്കെട്ടായി എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒറ്റക്കെട്ട് നീങ്ങണം. പ്രത്യേകിച്ച് ഇന്ന് പ്രവാസികൾ പറയുമ്പോൾ ഒരുപാട് പ്രവാസികൾ എല്ലാവരും എത്തിയിട്ടില്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് ഈ മഹലിലെ 1000-ഓളം കുടുംബക്കാർ, 1500-1000-ഓളം കുടുംബക്കാർ പ്രവാസികൾക്കറിയാം. അവർ അറിഞ്ഞിട്ടോ അറിയാതെയോ വരാതിരിക്കുക. അതുകൊണ്ട് ഒന്നും കൂടി അടുത്ത വർഷം മഹലും മറ്റെല്ലാവരും ഒറ്റക്കെട്ടായി വിഫലമായ തോതിൽ നല്ല പരിപാടി മാറ്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ മഹലിലെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിക്കുന്നുണ്ട്. ഈ വരാൻ പോകുന്ന കാലങ്ങളിൽ നമുക്കറിയാം ഈ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ട്. രോഗികൾ മാത്രമല്ല, ഒരുപാട് കല്യാണം കഴിച്ച കുട്ടികളുണ്ട്. അതുപോലെ തന്നെ A+ വിളിച്ച കുട്ടികൾ ധാരാളമുണ്ട്. പഠിക്കാൻ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് അവരെ കൈകൊടുത്തുകൊണ്ട് അവർക്ക് ഏതാണ്ട് പോയിസ് തിരഞ്ഞെടുത്തുകൊണ്ട് അവർ പഠിപ്പിക്കാനും തയ്യാറാണ്. അതുപോലെ തന്നെ വീടില്ലാത്ത വീടുണ്ടാക്കി കൊടുത്തുകൊണ്ട് രോഗികൾക്ക് സഹായം ചെയ്തുകൊണ്ട് അതിനെല്ലാ കാര്യവും നിങ്ങൾ മുൻപന്തിലുണ്ടാകണം നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനം നോക്കിയിട്ടുണ്ട്. വരാവുന്ന കാലഘട്ടത്തിലും ഒറ്റക്കെട്ടായി നിങ്ങളെന്ന് ആവശ്യമുണ്ട്. ഞാൻ ഇതിനോട് എല്ലാവിധ മഹലിന്റെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ബഷീർ, നമുക്കറിയാം ബഷീറിനെ നമുക്കറിയാം, ബഷീറിനെ നമുക്ക് കേട്ടിട്ട് ബഷീർ ഞാനൊക്കെ ബഷീർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേണം. ഇവിടെ മഹലിൽ വന്നിട്ട് മഹലിൽ സെക്രട്ടറി പോലും ബന്ധപ്പെടാൻ കഴിയില്ല. അദ്ദേഹം കൊണ്ടും ഞാൻ കൊണ്ടും ബന്ധപ്പെട്ടില്ല. കല്യാണം കഴിയുമ്പോൾ ബന്ധപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ എനിക്ക് പ്രിയപ്പെട്ട ബഷീർ പറയാം, ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾക്ക് അഭിമാനമാണ് ബഷീർ. അതുകൊണ്ട് മഹലിൽ ബഷീർ എപ്പോഴും പോയി മഹലിന്റെ ആളുകളുമായി, മഹലിന്റെ പ്രസിഡന്റുമായി, മഹലിന്റെ സെക്രട്ടറിയുമായി, മഹലിന്റെ കപ്പലുമായി എപ്പോഴും ബന്ധപ്പെടണം. ഈ മഹലിൽ ധാരാളം ദീസാവുണ്ട്, മദ്രസ ഉണ്ട്, പള്ളിയുണ്ട്, മജ്‌മഅ് ഉണ്ട്, PMS ഉണ്ട്. അവരൊക്കെ നിങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വരണം. മഹലുമായി എപ്പോഴും ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട ബഷീറിനോട് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നിനും ശരിയായിട്ട് തീരെ സുഖമില്ലായിരുന്നു. ഇപ്പോൾ എന്തോ കാലത്ത് അള്ളാഹു ദേശം അനുഭവം തന്നിട്ടുണ്ട്. റിട്ടയർഡായിട്ട് 24 കൊല്ലം. നമ്മളെ ബഷീർ സാഹിബ്, ഞാൻ സാധാരണ ബഷീർ ബാബുട്ടീനാണ് വിളിച്ചത്. അപ്പോൾ അത് കാരണം അത്രയും അടുത്താണ് ഞങ്ങൾ. ഇതുപോലെ തന്നെ അള്ളാഹു നമ്മളെല്ലാം ഈ അടുത്തായിട്ട് സ്വർഗത്തിൽ എത്തിക്കട്ടെ. ഇവിടെ എന്ത് പൗരുണ്ടായിട്ടും യാതൊരു കാര്യമില്ല.
അവിടെ എത്തുമ്പോൾ ഇതേ അടുത്തിട്ട് നമ്മളും അവിടെ എത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞങ്ങളെല്ലാവരും എനിക്കും വേണ്ടി ദ്വാ ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും ദ്വാ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ത്രീകൾ ഇസ്ലാമിൽ നമ്മുടെ വെട്ടിച്ചിറ മഹല്ല് പരിധി നിശ്ചയിച്ചുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ഈ പ്രദേശത്തെ വ്യക്തികൾ ഒരു കൂട്ടായ്മ, അവരുടേതായിട്ടുള്ള ഒരു സംഘം ചേരൽ ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഈ വളരെ അടുത്താണ്. ഇത്തരം ഒരു പരിപാടിയുടെ ഭാഗമായി ഇവിടെ വന്ന് ഇതുമായിട്ട് ഒന്ന് സഹകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഴത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നാം പലപ്പോഴും വളരെ ഉയർന്ന് ചിന്തിക്കാറുണ്ട്. അവരുടെ സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ ചിന്തിക്കുന്നത് വളരെ ഉയർന്ന നിലയിലാണ്. ഒരു പക്ഷേ നാടിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ഓർത്തുകൊണ്ട് തന്നെ അന്യനാടുകളിൽ ജീവിതം തള്ളി നീക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. തുടങ്ങി നമ്മുടെ ഈ നാട്ടിലെ പ്രമുഖരായ വ്യക്തികളൊക്കെ സദസ്സിലാണ് ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. നിർമ്മാണം പോലെ തുടങ്ങിയ ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ പ്രവാസി കൂട്ടായ്മയുടെ അണിയറ ശില്പികൾ കുറെ ആളുകൾ ഇതിന്റെ പുറകിലുണ്ട്. ഈ പ്രവാസി കൂട്ടായ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ കൂട്ടായ്മകളും നല്ലതാണ്. നമ്മളിപ്പോ അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും നല്ല ഡിവൈസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മളൊക്കെ കുറ്റം പറയുന്ന ഏറ്റവും നല്ല സാധനമായിട്ടുള്ള മൊബൈലാണ്. കുറ്റം പറയുന്ന നല്ല സാധനം എന്ന് പറയുമ്പോൾ പിന്നെ ഈ കൂട്ടായ്മ ഉണ്ടായത് തന്നെ അതുണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ പല കൂട്ടായ്മകളും പല നല്ലതുണ്ട്. നേരത്തെ ഇവിടെ പിന്നെ താങ്കളെ സൂചിപ്പിച്ചു, ഖുർആന്റെ തഫ്സീർ വേണമെങ്കിൽ കിട്ടും, വേറെ പലതും വേണമെങ്കിൽ കിട്ടും, ജന്മം മുതൽ മരണം വരെയുള്ള എല്ലാതും കിട്ടും. ഏത് സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നോക്കി കാണുമ്പോൾ ഇവരാദ്യമായിട്ട് പിന്നെ പള്ളിക്ക് ഒരു കൂണം നൽകിക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. അവിടുന്ന് കിട്ടി തുടങ്ങി പല പിന്നെ വരുന്ന റമദാൻ കാലത്ത് കിറ്റുകൾ, അതേപോലെ തന്നെ രോഗികളെ സഹായിക്കല്, വീടുണ്ടാക്കാൻ സഹായിക്കല്, അത് തുടങ്ങി പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള വല്ലാത്തൊരു ത്വരയുള്ള ആളുകളായിട്ട് ഇതിന്റെ പ്രവർത്തകർ മാറിയിട്ടുണ്ട്. അതിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി ഈ പ്രവാസി കൂട്ടായ്മയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോ നേരത്തെ മമ്മുമാഷ് പറഞ്ഞതുപോലെ 30 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ വലിയ ഒരു കാലയളവായി തോന്നുമെങ്കിലും ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഷീർ സാഹിബിനെ പോലെയുള്ള ആളുകൾ, പടിയത്ത് ബഷീർ സാഹിബിനെ നമുക്ക് നമ്മുടെ വെട്ടിച്ചെറുക്ക് ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. എന്നാൽ 1970-കളിലാണ് നമ്മുടെ പ്രവാസ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. പ്രവാസം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അന്നുള്ള ഒരു പ്രവാസം ഇന്നുള്ള ഒരു തലമുറയിൽ അന്ന് പ്രവാസിയായ പോയ ആളുടെ പേരമക്കളാണ് ഇന്ന് പ്രവാസികളായി പോകുന്നത്. അവർക്കൊരു പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവർ ചിരിക്കും. കാരണം എന്താ, അന്ന് ഈ ഫോൺ സംഭാഷണമില്ല. അതിനു മുമ്പ് ലാഞ്ചിക്ക് പോയ കഥയുണ്ട്. ഇന്ന് നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഇന്ന് നമ്മൾ വലിയ സൗകര്യത്തിലാണ്. അവിടെ ആളെ എയർപോർട്ടിൽ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുപോയി എയർപോർട്ടിൽ നിന്ന് കയറ്റി അയച്ചാൽ എയർപോർട്ടിൽ നിന്ന് ആളെത്തുമ്പോഴേക്ക് ആളവിടെ എത്തി വിളിച്ചിട്ടുണ്ടാകും. അത്രക്ക് സൗകര്യങ്ങളാണ്. പക്ഷേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. കത്തിന്റെ സൗകര്യത്തിലാണ് നമ്മുടെ പ്രവാസികൾ ഇവിടെ കാത്തു നിന്നിരുന്നത്. പ്രവാസം എന്ന് പറയുമ്പോ പ്രയാസപ്പെട്ട ഒരു കുടുംബം അവർക്കുണ്ടായിട്ടുണ്ട്. 1978-ലാണെന്ന് തോന്നുന്നു എസ്.എ. ജമീലിന്റെ വലിയ ഇളക്കി മരിച്ച ഒരു ഗാനമുണ്ട്. അന്നാണ് പ്രവാസ ലോകം ഒന്നിച്ച് കരഞ്ഞുപോയ ഒരു ഗാനം ഓർമ്മയില്ലേ? എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീഷത്തിൽ ചൊല്ലിയിടുന്നു അസ്സലാം.
വളപ്പിനകത്ത് ബീന, വളപ്പിനകത്ത് മുഹമ്മദ്, കരിക്കപ്പാറ മരക്കാർ, കുഞ്ഞീതു സോലപ്പറമ്പിൽ, പരുത്തിക്കാട്ടിൽ അബ്ദുറഹ്മാൻ, പൂഴിത്തറ ബഷീർ, കരിക്കപ്പാറ മൊയ്തീൻ, KTM കുട്ടി എന്ന ബാവ, മൊയ്തീൻ കുട്ടി മണാട്ടിൽ, ചക്കാല മുസ്തഫ, KT കുഞ്ഞാപ്പ, CP മൊയ്ലി ഹാജി, സുലൈമാൻ ഓടായപ്പുറത്ത്, ബാബ ഹാജി, ഹംസ കരിക്കപ്പാറ, അറമുകൻ, ആലിക്കുട്ടി ഹാജി കോളക്കുത്ത്, കുഞ്ഞി മുഹമ്മദ് ചടറ, കോക്കർ ചടറ, KPK ബാബ, കുഞ്ഞാക്കുട്ടി ഹാജി കരിക്കപ്പാറ, അഷ്റഫ് മുഴയോട്ടിൽ, ഇല്ല, നിങ്ങൾ എനിച്ചോളി, ഞാൻ മാറ്റിക്കുന്നു. ശ്രദ്ധിക്കുക. പൊളിക്കത്തൊടി ഷാഫി, പുതുപ്പറമ്പിൽ ഹുസൈൻ എന്നിവർ ഈ ആദരിക്കൽ ചടങ്ങിൽ സ്റ്റേജിലേക്ക് കടന്നിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലവര് നമ്മൾ ലീസ്റ്റ് തന്നോനെ പേരാണ് ഇവിടെ വിളിച്ചത്. 30 വർഷത്തിൽ കൂടുതൽ പ്രവാസ ജീവിതം അനുഷ്ഠിച്ചവരെ ലീസ്റ്റിൽ തന്നവരാണുള്ളത്. ഇത് ലീസ്റ്റിൽ പെടാത്ത കുറച്ച് ആളുകൾ. നിങ്ങൾ 30 വർഷത്തിൽ നിന്നിക്കണ ഗൾഫിൽ ഒന്നും ഗൾഫ് പോയിട്ടുണ്ടാവില്ലല്ലേ? ആരാണ് പിന്നെ ഇതിൽ 30 വർഷത്തിൽ കൂടുതൽ പ്രവാസ ജീവിതം നയിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ഉണ്ടോ സദസ്സില്? കാരണം നമ്മളെ കയ്യിൽ രജിസ്റ്റർ ചെയ്തവരെയാണ് നമ്മളോട് പേര് വിളിച്ചിട്ടുണ്ടാവുക. വേറെ ആരെങ്കിലും ഒരു 30 വർഷം ഗൾഫിൽ നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് നമ്മൾ പ്രവാസികളായിട്ട് കാണുന്ന ഏത് രാജ്യത്ത് പോയാലും അവരൊന്ന് ഇങ്ങോട്ട് ക്ഷണിക്കണം.
കിട്ടിയില്ല അത്രയിലോട്ട് ആവുള്ളൂ. ആയിക്കോട്ടെ